കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ തൊഴുത്തിലോട്ട് വന്നതാണ് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് കേട്ടോ വെള്ളം വന്നത്. അപ്പോൾ അതാ നമ്മളുടെ പശുക്കിടാക്കളൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലൊക്കെ കറന്ന് കഴിഞ്ഞ് നമ്മൾ സൊസൈറ്റിയിലൊക്കെ കൊടുത്ത് പിന്നെന്താ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാം കേട്ടോ. നമ്മുടെ തൊഴുത്തൊക്കെ കണ്ടാൽ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്, മാറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മാറ്റിൻ്റെ അടിയിൽ കൂടെ മൂത്രവും വെള്ളമൊക്കെ പോയിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ട് അവർ രണ്ടാളെയും പുറത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തൊഴുത്തൊക്കെ ഉണങ്ങുന്ന സമയത്താണ് നമ്മുടെ പശുക്കളെ നമ്മൾ അഴിച്ച് തൊഴുത്തിൽ കൊണ്ട് കെട്ടുള്ളൂ കേട്ടോ. വെയിലൊക്കെ വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കുഞ്ഞു അയവറുത്തുകൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവൾ കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ട. ഇവിടെയൊക്കെ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ്, പക്ഷേ കോഴികളുടെ ശല്യം ഭയങ്കരമാണ് കണ്ട. അപ്പുറത്തുള്ള കോഴികൾ ഭയങ്കര ശല്യമാണ്. നമ്മളിവിടെ എത്ര ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടതാണ്. അതൊക്കെ നമുക്ക് തീ വയ്ക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടതാണ് കേട്ടോ. വളമൊക്കെ ഫുള്ളായിട്ട് കോഴികൾ ചെനക്കി കൂട്ടിയിട്ടേ നമ്മളുടെ പുല്ലോട്ടിയുണ്ട്. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തന്നതാണ്. ഈ കോഴികളെ വന്ന് ചെനക്കി കൂട്ടുന്നതാണ്. പശുവിന് വെള്ളവും തവിടൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പച്ചവെള്ളമൊക്കെ കുടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ പശുക്കളെ നോക്കാൻ വേണ്ടി തൊഴുത്തിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ കിടക്കുന്നുണ്ട്, വെള്ളമൊക്കെ കൊടുത്തു. അപ്പൂനെ വിളിച്ചിട്ട് കേൾക്കാണ്ടായപ്പോൾ ഞാൻ അപ്പൂനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മൾ രാവിലെ അതാ നടന്നൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിപ്പോഴാട്ടോ വീട്ടിലോട്ട് വരുന്നത്. ലിക്വിഡ്സിന് കഴിക്കാനൊക്കെ കൊടുത്ത് ഞാനും അപ്പുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പൂവിൻ്റെ ഇടയിൽ വന്ന് അവർക്ക് പച്ചവെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം പച്ചവെള്ളം ഇല്ലാണ്ടിരുന്നാൽ നടക്കില്ല. അപ്പോൾ അവളുടെ മേലെ ഈച്ച കുത്തിയിട്ട് ചോര വന്നിരിക്കുന്നു, ചെകള് കുത്തിയിട്ട് ചോര വന്നിരിക്കുക, മുറിവാണ്. അതിൽ നമുക്ക് കരിപ്പൊടി വെച്ച് കൊടുക്കണം. ലമ്മു കുട്ടിപ്പട്ടാളവും വന്നിട്ടുണ്ട് കേട്ടോ. മിക്കു അമ്മൂൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു മുറിയുണ്ടെന്ന്. അപ്പോൾ അതിൽ മുറിപ്പൊടി വെച്ച് കൊടുക്കാൻ പോകണം. ഇതാട്ട മുറിപ്പൊടി കാണുന്നില്ല. ശരി, വെച്ച് കൊടുക്കും. നമ്മുടെ പശുവിന് വെച്ച് കൊടുക്കുന്ന മുറിപ്പൊടിയാണ് ഇത്. മുറിയായിട്ടുണ്ട്. ഇതുപോലെ കാലിൽ ഇന്നലെ മുറിയായി പപ്പു വെച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് ഉണങ്ങി കേട്ടാ. സ്വത്ത് മാറും മേലെ തട്ട് വാലാക്കി കാലിൽ ഇന്നലെ ഇതുപോലെ വെച്ച് കൊടുത്തപ്പോൾ മാറിയതാണ് കേട്ടോ. കാക്കിയൊക്കെ ഇവളുടെ മേലെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അവർ എന്താണ് കൊക്കുകൊണ്ട് കൊത്തിയതാണോന്ന് അറിയില്ല. അപ്പം അമ്മൂന് മുറിയായപ്പോൾ നമ്മളത് മുറിപ്പൊടിയൊക്കെ വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചൂടുകാലമല്ലേ, ഇവരെ നന്നായിട്ട് സംരക്ഷിക്കേണ്ട സമയമാണ്. വെയിലൊന്നും അധികം കൊള്ളിക്കാണ്ടിരിക്കുക അല്ലേ. നമ്മൾ നമ്മുടെ പശുവിനെ ഒന്നും കൂടെ വാങ്ങിക്കണമെന്ന് പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശനിയാഴ്ച പശു വാങ്ങിക്കാമെന്നായിട്ട് വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല. അപ്പം ഇനി ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ആയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിപ്പോൾ നാട്ടിൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പശുക്കളൊക്കെ കിട്ടും. തമിഴ്നാട് പശുക്കൾ എടുക്കേണ്ടതെന്നാണ് കേട്ടോ ഡോക്ടറിൻ്റെ സജഷൻ. കാര്യം പെട്ടെന്ന് നമ്മുടെ ക്ലൈമറ്റിലേക്ക് കൊണ്ടുവന്ന അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് പശുക്കൾ തന്നെ എടുക്കണം. പിന്നൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫാമുകളിലൊക്കെ പോയിട്ട് പശു കൊടുക്കില്ലേ, അതിലും കൂടുതൽ വിലക്കുറവിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുള്ള പശുക്കൾ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നാട്ടിൻപുറം പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളായിട്ടില്ലേ, ഇപ്പോൾ വീടുകളിൽ പശു വളർത്തണില്ലേ, അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യണം. നമ്മൾ വാങ്ങിക്കുന്നത് അവർ പശുവിനെ കൊണ്ടുവന്ന് അവിടെ പാലൊക്കെ കറക്കുന്നുണ്ടാവും. കച്ചവടക്കാർ വരുന്ന സമയത്ത് അവർ ആ പശുവിനെ കൊടുക്കും. അങ്ങനെ അവർ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് 2-3 പശുവിനെയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ബാക്കി ഇതുപോലെ കൊണ്ടുവരുന്ന പശുക്കളൊക്കെ അവർ കച്ചവടം ചെയ്യും കേട്ടോ. വാങ്ങിക്കും വിൽക്കും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ നല്ലൊരു ബിസിനസ് മാർഗ്ഗമാണ് കേട്ടോ നമുക്ക്. പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം, നമുക്ക് അത് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ വേണം. കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ട് നിർത്തി ചിലപ്പോൾ പെട്ടെന്നൊന്നും കച്ചവടം ആവില്ലല്ലോ, ചിലപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് അതുവരെ അതിൻ്റെ പാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ കച്ചവടം ചെയ്യണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു 4-5 പശുക്കളൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ നമുക്കത് നിർത്താനുള്ള സൗകര്യം, അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം, പിന്നെ നമുക്ക് അവരെ കറക്കുകയും ചെയ്യാം. അത് കച്ചവടമാണെങ്കിലും നമുക്ക് അതിൻ്റെ പാൽ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. നമുക്കത് സൊസൈറ്റിയിലും കൊടുത്താൽ പൈസ തന്നെയില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും സെയിൽ ചെയ്താലും നമുക്കത് പൈസ തന്നെയില്ല. അങ്ങനെയും നമുക്ക് കച്ചവടം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരു പശുവും കൂടെ വാങ്ങിച്ചാലാണ് നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആവുള്ളൂ. നമുക്കിപ്പോൾ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളുടെ ഡെയിലി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
കാരണം നമ്മുടെ പോത്തപ്പന്മാർ പോയതിന് ശേഷം നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം പോത്തുകളുണ്ടെങ്കിൽ നമുക്ക് പണി കൂടുതലാണ്. എന്നിരുന്നാലും അതിൻ്റെ കൂടെയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് പോത്തുകൾ ഇല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകാറില്ല. കാരണം പശുവിൻ്റെ പണിയൊക്കെ വേഗം രാവിലെ നേരത്തെ കഴിയും, അവരതുപോലെ കെട്ടിയിടും, പിന്നെ നമ്മൾ ഫ്രീ ആവും. പക്ഷേ പോത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണിയാണ്. അവരെ മേയ്ക്കാൻ കൊണ്ടുപോകണത്, അവരെ മേയിച്ച് കൊണ്ടുവന്ന് കെട്ടിയിട്ട് തീറ്റ കൊടുത്ത് എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ 10 മണിയാവും. ഈ ഒരു ടൈം ആവും. അതുകൊണ്ട് നമുക്ക് എന്തിനും സമയം കിട്ടില്ല. എവിടെയും പോകണമെങ്കിലും ഈ ഒരു ടൈമിലാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 7 മണി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും പാല് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അവർക്ക് തീറ്റയും വെച്ച് കൊടുക്കും, പിന്നെ പുറത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ പശുജീവിതമാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ബൈ.